പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. 151 ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ വിശ്വസിക്കുക എന്നാൽ ദൈവം അയച്ചവനിൽ, അവിടുത്തെ സംപ്രീതിക്ക് പാത്രമായി അവിടുത്തെ പാത്രമായ പ്രിയപുത്രനിൽ വിശ്വസിക്കുക എന്നതിൽ നിന്നും വേർപെടുത്താനാവില്ല. അവനെ ശ്രവിക്കാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്തു. അതാണ് രൂപാന്തരീകരണ മലമുകളിൽ, താബോർ മലമുകളിൽ പിതാവ് നേരിട്ട് സംസാരിക്കുകയാണ്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക. അതാണ് ഇവൻ പറയണത്, ശ്രവിക്കുക. ഇവൻ്റെ പ്രബോധനം, ഇവൻ്റെ വാക്കുകൾ ശ്രവിക്കുക. കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈശോ തന്നെ പറഞ്ഞു, യോഹന്നാൻ 14:1, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശു ക്രിസ്തു ശരീരം ധരിച്ച വചനമായ ദൈവം തന്നെയാകയാൽ അവനിൽ നമുക്ക് വിശ്വസിക്കാനാകും. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പ്രൈസ് ദ ലോർഡ്. പിതാവിനെ ദർശിച്ചവനാണ് എന്ന കാരണത്താൽ അവിടുത്തെ അറിയുന്നവനും അവിടുത്തെ വെളിപ്പെടുത്താൻ കഴിവുള്ളവനും യേശു ക്രിസ്തു മാത്രമാണ്. അത് മത്തായി 11:25 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കി. ഈശോ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. 11:25 മത്തായി. അതിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: പിതാവേ, അങ്ങ് ഇവയെല്ലാം ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കൽ കൂടി ഞാനൊന്ന് പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ കഠിനാധ്വാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല ദൈവത്തെ മനസ്സിലാക്കുന്നത്. ബുദ്ധിജീവികളായിട്ടുള്ളവർ അവരുടെ മാനുഷികമായ ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ടല്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമാന്മാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നാൽ ഈശോ പറയാണ്, പിതാവേ, അവരിൽ നിന്ന് ഒളിച്ചു വെച്ച് ശിശുക്കളെ പോലെയുള്ളവർ എന്ന് പറയുന്നത് ഈശോയുടെ ശിഷ്യരാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് ശിശുക്കൾ എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആത്മീയ ശിശുത്വം എന്ന് പറഞ്ഞാൽ ഈശോയെ എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു ചിന്തയാണ്. വിശുദ്ധ ബെർണാഡറ്റ് സുബേറോ, ലൂർദിലെ ആ ബെർണാഡറ്റ് സുബേറോയുടെ കബറിടം സന്ദർശിക്കുമ്പോൾ അവിടെ ആദ്യം എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ് ഇതാണ്. വിശുദ്ധ ബെർണാഡറ്റ് സുബേറോ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ സ്നേഹമുള്ളവരെ, എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായത് കൊണ്ടാണ് പരിശുദ്ധ അമ്മ എന്നെ സന്ദർശിച്ചതെന്ന് ആരും വിചാരിക്കരുത്. മറിച്ച് എനിക്ക് ഒരു കഴിവും ഒരു ജ്ഞാനവും ഒരു ഗുണവും ഇല്ലാത്തവളായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എന്നെ സന്ദർശിച്ചത്. പരിശുദ്ധ അമ്മ എനിക്ക് തന്നെ വെളിപ്പെടുത്തിയത്. അതാണ് ആത്മീയ ശിശുത്വം എന്ന് പറയുന്നത്. ശിശുക്കൾ മമ്മി പപ്പ മമ്മി എന്നും പറഞ്ഞിങ്ങനെ പുറകെ നടക്കും. വാ ഇങ്ങോട്ട് വാ എന്ന് പറയും, ഇങ്ങോട്ട് വരും. അങ്ങോട്ട് പോകുമെന്ന് പറയും, ഇങ്ങോട്ട് പോകും. കൈ പിടിച്ച് തൂങ്ങി നടക്കും. അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ അവസ്ഥ. മറിച്ച് ഇതൊക്കെ എനിക്കറിയാം. ഞാൻ 10-40 വർഷമായിട്ട് എന്തോരം ധ്യാനങ്ങൾ കൊടുത്ത മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതൊക്കെ ഇനി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ടേ പോയി. അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ദൈവിക വെളിപാടുകൾ കിട്ടുന്നതിന് നമുക്കുണ്ടാകേണ്ട ഒരു വലിയ രഹസ്യമാണ് അവിടെ പറയുന്നത്.
ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും തുടർന്ന് പറയുകയാണ്, ഈശോ പറയാണ്, എല്ലാ വെളിപാടുകളും എനിക്ക് പിതാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പുത്രൻ മാത്രമേ ദൈവത്തെ അറിയുന്നവനുള്ളൂ. ദൈവം മാത്രമേ പുത്രനെ അറിയുന്നവനുള്ളൂ. പുത്രൻ എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും. അതുകൊണ്ടാണ് പുത്രനിലൂടെയാണ് പുത്രനെ അറിയുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ പരിഗണിക്കുകയും യേശുവിനെ നേടുന്നതിനും അവനിൽ ഒന്നാകുന്നതിനും വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയക്കാർക്ക് ഇത് ലേഖനത്തിൽ പറയുന്ന ഇതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം, നമ്മൾ ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം പഠിക്കുക, അതൊക്കെ എനിക്കറിയാം. ഏഷ്യായിൽ ഇങ്ങനെ പറഞ്ഞേക്കണു, പ്രഭാഷകനിൽ ഇങ്ങനെ പറഞ്ഞേക്കണു, പുറപ്പാടിൽ ഇങ്ങനെ പറഞ്ഞേക്കണു, നിയമാവർത്തനത്തിൽ ആവർത്തിച്ച് പറഞ്ഞേക്കണു, പിന്നെ ദിനവൃത്താന്തത്തിൽ പറഞ്ഞേക്കണു, സുഭാഷിതങ്ങളിൽ പറഞ്ഞേക്കണു. സുഭാഷിതം വളരെ വലിയ കാര്യമാണ്. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ വെളിപാട് കിട്ടില്ല. വെളിപാട് കിട്ടുന്നത് ഇതിനെല്ലാത്തിലും, ഈ പഴയ നിയമഭാഗങ്ങളിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠ. ഈ പഴയ നിയമം മുഴുവനും അറിയാവുന്ന അതിൻ്റെ ചാമ്പ്യനായ സാവൂളാണ് പറയുന്നത്, അതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുകയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ അവനെ നേടുന്നതിനും അവനിൽ ഒന്നാകുന്നതിനും വേണ്ടി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. അപ്പോൾ ഇതിന് ഊന്നൽ കൊടുക്കുന്നതിൻ്റെ കാര്യം, നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ ഒരു ജനറലായിട്ട് കേരളത്തിൻ്റെ ഒരു സാധാരണ ധ്യാനകേന്ദ്രങ്ങളിൽ പോയാലും വചനപ്രഘോഷത്തിൽ പോയാലും ഏത് ടോക്ക് കേട്ടാലും അധികം ആളുകൾ പഴയ നിയമത്തിലെ വെളുപ്പം മനസ്സിലാവുന്ന കുറേ വചനം, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ ഭാവിക്ക്, നിൻ്റെ ശോഭനമായ ഭാവിക്കുള്ളൊരു പദ്ധതിയാണ്. നല്ല കാര്യം കണ്ടോ. എന്നാൽ ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ വരുവിൻ. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രയാസം, ദൈവമേ ഈ കുരിശ് വേണ്ട. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാകേണ്ട വ്യത്യാസമാണ് അപ്പോൾ അവിടെ ദൈവിക വെളിപാട് കിട്ടുന്നില്ല. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്, നിന്റെ ശുഭകരമായ ഭാവിക്കുള്ള പദ്ധതി, എൻ്റെ പദ്ധതി. എന്നാൽ അത് യേശുക്രിസ്തുവിനെ കുറിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണെന്ന് ഒരാളും ചിന്തിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മളവിടെ എൻ്റെ വീട്, എൻ്റെ മക്കൾ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ പൈസ, നമ്മുടെ തന്നെ സാമ്പത്തിക ഉന്നമനം ഭൗതികമായ കാഴ്ചപ്പാടിൽ അല്ല ഇതെല്ലാം മനസ്സിലാക്കേണ്ടത്. ഭൗതികം താനേ വന്നോളും. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം, അവരുടെ കല്യാണപ്രായമാകുമ്പോൾ അവർക്ക് കല്യാണം നടത്തണം, ഇത് അവരിങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടാണോ നമ്മൾ ചെയ്യണേ? നമ്മൾ നോക്കിയിരിക്കുകയാണ് അവരുടെ കാര്യങ്ങളെല്ലാം നടത്താനായിട്ട്. നമ്മൾ നോക്കി ശ്രദ്ധയോടെ എല്ലാം നടത്തണോ എന്ന മാതിരി ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷെ നമ്മൾ ദൈവീക രഹസ്യങ്ങളുടെ കാര്യസ്ഥരാണ് നമ്മൾ. 4:2 കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരും. ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. മനസ്സിലായോ? ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക.
ഞാനിത് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറാണ്, ആദ്യ കാലങ്ങളിൽ നായിക്കാമ്പറമ്പിലച്ഛൻ്റെ കൺവെൻഷൻ ബോംബെയിൽ വന്നപ്പോൾ അപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൺവെൻഷനിൽ ₹1 ഒരു കൊച്ചു പുസ്തകം, രക്ഷയുടെ സന്ദേശം, അത് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിലൊക്കെ, അപ്പോൾ ബോംബെയിലായതുകൊണ്ട് ഹിന്ദിയിലുമൊക്കെ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് കൺവെൻഷൻ പന്തൽ. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. എനിക്ക് അന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലായി ഒരു ചെറിയ കാര്യം ചെയ്യാനുള്ള ഒരു 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 വഴിയാണിത്. എന്താ? ഈ ₹1 പുസ്തകം കുറേ മേടിച്ചിട്ട് വീട് തോറും കൊണ്ടുപോയി കൊടുക്കുക. അവരോട് പറയാം, ഇതൊന്ന് വായിക്കുക, കണ്ടോ, രക്ഷയുടെ സന്ദേശം. യേശു ലോകരക്ഷകനാണ്, യേശു ഹമാര മുക്തിദാതാ ഹേ, യേശു ഹമാര ശക്തിദാത, ഇങ്ങനെ കുറച്ച് സ്ലോഗനൊക്കെ അതിനകത്തുണ്ട്. ഞാൻ അപ്പോൾ ഈ വിറ്റുകൊണ്ടിരിക്കുന്ന വോളണ്ടിയോട് ഇങ്ങോട്ട് വന്നേ, ഒരു 100 കൂടെ എടുത്തേ. അപ്പോൾ അവനെന്നെ നോക്കാൻ 100 എന്തിനാന്നുള്ള വാരി, കണ്ടോ. ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് ആവശ്യമുണ്ട്. അപ്പം എൻ്റെ ഭാര്യ എന്നെ നോക്കണം, ഇത് എന്തിനാണ് അവ ഈ 100 മേടിക്കുന്നത്? നമ്മുടെ ആവശ്യത്തിന് 1 മേടിച്ചാൽ പോലെ, കൂടി ഒന്ന് 2 മേടിച്ചാൽ പോലെ. അപ്പോൾ ഞാനപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഇത് ഞാൻ അവിടെ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ കൊണ്ടുപോയി ആളുകൾക്ക് വീട് തോറും നമുക്ക് കൊടുക്കാൻ നല്ലൊരു സാധനം. അങ്ങനെ 100ഉം 200ഉം ഇത് മേടിച്ചിട്ട് ഉത്തരേന്ത്യയിൽ പോയപ്പോൾ അവിടെ നമ്മൾ ജോലി സംബന്ധമായിട്ട് കാര്യത്തിൽ പോയിട്ട് ഞാനൊരു സൈക്കിളിൽ വീട് തോറും കയറി ഇറങ്ങി ഓരോ വീട്ടിലും പോയിട്ട് ഈ രക്ഷാക്ക സന്ദേശം ₹1 ഇത് അവർക്ക് കൊടുത്തുകൊണ്ട് അവരോട് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് പോന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചിനെ കിടന്ന് കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. ആ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ യേശുവിൽ വിശ്വസിച്ചാൽ ഈ കൊച്ചിന് സൗഖ്യം കിട്ടുമോ? ഈ കൊച്ചിനെ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിന് അസുഖം മാറുന്നില്ല, ഇത് ഭയങ്കര വയറ്റിൽ വേദനയാണ്, ഇങ്ങനെ എപ്പോഴും കരച്ചിലാണ്, രാത്രി ഞങ്ങൾ ഉറക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും യേശു ഹമാരാ മുക്തിദാതാ ഹേ, യേശു ഹമാരാ ശക്തിദാതാ ഹേ, യേശു മേരാ രക്ഷക് ഹേ. ഞാനങ്ങ് പറയാൻ തുടങ്ങി. ഹിന്ദിയിൽ ഇതൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പറഞ്ഞ്, പ്രഭു യേശു ईश्वर परमेश्वर है, प्रभु यीशु ही सच्चा ईश्वर है, प्रभु यीशु तुमको चंगाई देगा. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതൊരു അവസരമാണ്, കണ്ടോ, ഞാനൊരു ചെറിയ കാര്യമാണ് ഈ ഒറ്റ പുസ്തകം കൊണ്ട് വന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ആ കൊച്ചിനെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അങ്ങനെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, ആ കൊച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ യേശുവിൽ വിശ്വസിക്കുന്നുവോ? യേശു ഈസായിയോം കാ നിജി സമ്പത്തി നഹി ഹേ, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഇതായിരുന്നു എനിക്ക് കിട്ടിയ വലിയ മുദ്രാവാക്യം. ജബ് ഈസാ മസീഹ് പൃഥ്വി പർ ആയാ തോ കോയി സാഹി നഹി താ. ഈശോ മിശിഹ ഈ ലോകത്തിൽ വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായില്ല. ഈസാ മസീഹ് സമസ്ത संसार का मुक्तिदाता है, आकाश के नीचे इंसान के लिए दूसरा किसी के द्वारा मुक्ति का साधन नहीं है. हालेलൂയ. ഞാനങ്ങ് വികാരഭരിതനാകാൻ തുടങ്ങി. ഞാനങ്ങ് പറഞ്ഞു, കൊച്ചിനെ കൊണ്ടുവന്നു. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കൂ, हे प्रभु यीशु, हे मेरा लड़की को चंगा कीजिए, मैं आप में विश्वास करता है എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കൊച്ചിൻ്റെ മേൽ കൈ വെച്ച നിമിഷത്തിൽ ഒരു ഞെട്ടൽ ഞെട്ടി. കൊച്ചു പിന്നെ കരയണില്ല. കംപ്ലീറ്റ് ഒരു ശക്തി പ്രസരണം അവിടെ ദൃശ്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. അവർക്കൊരു സമാധാനം. അങ്ങനെ. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്തപ്പോൾ വേറൊരു ഭയം പോലെ തുടങ്ങി. ഇനി നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഈ കൊച്ചെങ്ങാനും കരച്ചിൽ തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ വീണ്ടും വരാം, എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഒരു മുൻകൂർ ജാമ്യം പോലെ. എന്തിനു പറയണു, കൊച്ചിന് പൂർണ്ണ സൗഖ്യം കിട്ടി. പിറ്റേ ദിവസം ഞാൻ വന്നപ്പോൾ ഒരു 10-40 പേരെ അവർ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും പല രോഗങ്ങളുള്ളവർ. എൻ്റെ ഈശോയെ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ സ്ഥലത്തെ വികാരി അച്ഛനോട് പോയി കാര്യം പറഞ്ഞ് വികാരിച്ചു, ചേട്ടാ നീ ആ ഗ്രാമത്തിൽ പോയോ? ഞങ്ങളൊക്കെ അവിടെ പോകാൻ ഭയപ്പെടുന്നൊരു സ്ഥലമാണ്.
അതുപോലത്തെ അവസ്ഥയുള്ള സ്ഥലമാണ്. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, ഞാനിത് ശരിക്കും ഓർക്കുകയാണ്. അന്ന് ഞാനിത് ചെയ്യുമ്പോൾ ആ നാട്ടിലുള്ളവരും മറ്റുള്ളവരൊക്കെ എന്നെ കളിയാക്കിയിരുന്നു. ബോംബെയിൽ നിന്ന് വന്ന ഒരാളൊരു തൊപ്പിയും വെച്ചൊരു സൈക്കിളിൽ ഇങ്ങനെ നടക്കുകയാണ്, എന്തോ അസുഖം തോന്നണേ, ഈ പുസ്തകമൊക്കെ വെച്ചു വിട്ടു. നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെ എന്നെ പരിഹസിച്ചിരുന്നു. അത് കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ രൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴേക്കും അവിടെ വേറെ കൺവെൻഷനുകളൊക്കെ നടന്നു, ബിഷപ്പ് വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു. ആ രൂപതയിൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ വിളിച്ചപ്പോൾ ബിഷപ്പാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വാക്കിതായിരുന്നു. 10 വർഷം മുമ്പ് ഈ തോമസ് പോള് ഈ വീട് തോറുമൊക്കെ കയറി നടങ്ങി ഒരു കൊച്ചു പുസ്തകമൊക്കെ കൊടുത്തുകൊണ്ട് നടന്ന് നമ്മൾ ഓർക്കണ്ട. അന്നൊക്കെ നമ്മൾ ഇദ്ദേഹത്തെ കളിയാക്കി. പക്ഷേ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് അവനെ ഇപ്പോൾ ഇതാ അതേ രൂപതയിലെ പ്രസ്ബറ്ററി വൈദികരെയും ബിഷപ്പുമാരെയും ധ്യാനിപ്പിക്കാൻ വിളിച്ചിരിക്കുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ആ ധ്യാനം കഴിഞ്ഞിട്ട് അവിടുത്തെ വിക്കർ ജനറൽ, ഒരു വർഗീസ് അച്ഛനാണ്, വിക്കർ ജനറൽ ആണ് താങ്ക്സ് ഗിവിങ് പറഞ്ഞത്. ഞാനിത് പറയുന്നത് നമ്മൾ അൽമായരായ നമ്മളെ കർത്താവ് എന്തൊരുത്തോളം ഉയർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു വലിപ്പം പറയാനല്ല. ആ വിക്കർ ജനറൽ അച്ഛൻ പറയാണ്, ഞാൻ പട്ടം കിട്ടിയിട്ട് 50 വർഷമായി. അതിനു മുമ്പ് 10 വർഷത്തോളം സെമിനാരിയിലും പഠിച്ചു. അങ്ങനെ 60 വർഷത്തോളം ഞാൻ എല്ലാ വർഷവും ധ്യാനം കൂടിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു ധ്യാനം ഞാൻ കൂടിയിട്ടില്ല. സ്നേഹമുള്ളവരെ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനാകുമെങ്കിൽ നമ്മളെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പോൾ നമ്മൾ ചെറിയ കാര്യം ചെയ്യാൻ ആരംഭിക്കുക, അത് വിശ്വസ്തയോടെ ചെയ്യുക. ലജ്ജയുണ്ടാകും, മറ്റുള്ളവർ കളിയാക്കും, മറ്റുള്ളവർ അവഹേളിക്കും. എന്നാൽ അതൊന്നും കൂട്ടാക്കണ്ട. കർത്താവിന് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യുക. വീണ്ടും അത് പറയാൻ തോന്നി. നമ്മൾ വളരണമെങ്കിൽ ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ്. നമ്മളങ്ങ് വലിയ ഒരു പ്രോജക്റ്റ്, വലിയൊരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. ഈ ചെറിയ കാര്യം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ വിശ്വസ്തത, ദൈവത്തിന് നമ്മളോടുള്ളൊരു വിശ്വസ്തത എസ്റ്റാബ്ലിഷ് ആവും. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് കൂടുതൽ വരദാനങ്ങൾ നമുക്ക് തരാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഒരു വളർച്ച. ഇതാണ് എൻ്റെ അകത്തുണ്ടായ ഒരു വളർച്ച. ഞാൻ ആ കൂട്ടത്തിൽ പറയുകയാണ്, എനിക്ക് ഭയങ്കര ഒരു നമ്മൾ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ 1996 ഞാൻ ഡിവൈനിൽ വന്ന് പനക്കലച്ചൻ്റെ ക്ഷണമനുസരിച്ച് ആദ്യമായി അവിടെ നടത്തിയ ധ്യാനം അവിടുത്തെ കൗൺസിലേഴ്സിനുള്ള ഒരു ധ്യാനമായിരുന്നു. അപ്പോൾ അന്ന് 5 ദിവസത്തെ അതൊരു ഓണക്കാലമായിരുന്നു. അവർ പറഞ്ഞ് 3 ദിവസം കൊണ്ട് ധ്യാനം തീർക്കണം. ഞാൻ പറഞ്ഞു 5 ദിവസം വേണം ഇതൊക്കെ പഠിക്കണമെങ്കിൽ. അപ്പോൾ 3 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ രാത്രി കുറേ സമയം കൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി 12 മണി വരെ ധ്യാനിപ്പിക്കാം. രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ, ഇടയ്ക്ക് ചായ കുടിക്കാനും അരമണിക്കൂർ ഭക്ഷണത്തിനും സമയം വെച്ചുകൊണ്ട് 3 ദിവസം 18 മണിക്കൂർ പ്രസംഗിച്ചു. പനക്കലച്ചനും ഇല്ല, ആദ്യത്തേൽ പനക്കലച്ചൻ ഉണ്ടായില്ല, രണ്ടാമത്തേൽ പനക്കലച്ചൻ ഉണ്ടായിരുന്നു. അതവിടെ ഭയങ്കര ഒരു തരംഗമായി. അതിൻ്റെ അടുത്ത വർഷം പിന്നെ അവിടെ സ്ഥിരം ധ്യാനിപ്പിക്കാൻ വരാൻ തുടങ്ങി, വൈദികരും സിസ്റ്റേഴ്സിനൊക്കെ ധ്യാനം. അതിൻ്റെ അടുത്ത വർഷം ഓണത്തിന് മുമ്പ് ഉള്ളൊരു ധ്യാനം കഴിഞ്ഞപ്പോൾ പനക്കലച്ചൻ പറയാണ്, തോമസ് പോളെ നമുക്ക് ഈ ഓണം ആയിട്ട് മെയിൻ സ്റ്റേജിൽ ഒരു ധ്യാനം നടത്തി കളയാം. ഞാനപ്പോൾ ആദ്യകാലങ്ങളിൽ ആ മെയിൻ സ്റ്റേജിൻ്റെ അവിടെ വന്ന് നോക്കിയിട്ടിങ്ങനെ നോക്കും, ദൈവമേ ഈ മെയിൻ സ്റ്റേജിൽ ഒരു ചാൻസ് എനിക്ക് കിട്ടുമോ ഒരു വചനം പ്രഘോഷിക്കാൻ. ഡിവൈനിൽ ആദ്യം വന്നപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് ദൂരെ നിന്ന് ആ മെയിൻ സ്റ്റേജിൽ നോക്കും.
അവിടെ ഒരുപാട് പേര് സാക്ഷ്യം പറയണു, വചനം പ്രഘോഷണമൊക്കെ നടത്തുന്നു. അവിടെ ഒരു ചാൻസ് എനിക്ക് കിട്ടും കർത്താവ് പറയാൻ. ആ മെയിൻ സ്റ്റേജിൽ പിന്നെ ഒരുപാട് പ്രഘോഷിച്ചു. പക്ഷേ അച്ഛൻ പറയാണ്, ഈ ഓണക്കാലത്ത് 5 ദിവസവും ഫുൾ തോമസ് പോൾ ഇവിടെ ധ്യാനിപ്പിക്കാം. വേറെ ആരും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആ മെയിൻ സ്റ്റേജിൽ ഇതുപോലെ 5 ദിവസവും ഫുള്ളായിട്ട് വേറെ ആരെങ്കിലും ധ്യാനിപ്പിക്കാൻ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 5 ദിവസം. അപ്പോൾ ആളുകൾ വലിയ തിരക്കായി. 70,000 പേർക്കേ അവിടെ ധ്യാനിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ആളുകൾ കൂടിയിട്ട് ജയിലല്ല, ഗേറ്റ് അടച്ചിട്ട് ഗേറ്റിൻ്റെ മുകളിൽ കൂടി ആൾക്കാർ ചാടി വരികയാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. 30,000 പേര് ഒരു ഹിസ്റ്റോറിക്കൽ എവൻ്റായി. സ്നേഹമുള്ളവരെ, ഇതെല്ലാം ഞാൻ പറയുന്നത് ഈ വിശ്വസ്തതയെക്കുറിച്ചാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവനെ വലിയ കാര്യം ഏൽപ്പിക്കും. ഞാൻ കുറച്ച് നാൾ മുമ്പ് പരക്കലച്ചനുമായിട്ട് ഇങ്ങനെ ഇംഗ്ലണ്ടിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയായിരുന്നു. എന്തായിരുന്നു ആ കാലഘട്ടം, എന്തോ ഒരു തിരക്കായിരുന്നു ധ്യാനത്തിന്, എന്തോ ഒരു ജനങ്ങളുടെ ഓട്ടമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ 424 പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ പ്രേരിതരായി, പിതാവിനാൽ ആകൃഷ്ടരായി നമ്മൾ യേശുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. അതാണ് നമ്മൾക്കുണ്ടാകേണ്ട വലിയ ഒരു ഉൾക്കാഴ്ച. ഇതാണ് യേശുവിനെ അറിഞ്ഞാലേ പിതാവിനെ അറിയുള്ളൂ. യേശുവിനെ അറിയാൻ ആരെ അറിയും? പരിശുദ്ധാത്മാവിനെ അറിയണം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ പ്രേരിതരായി, പിതാവിനാൽ ആകൃഷ്ടരായി നമ്മൾ യേശുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അതാണ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ലേ അല്ല. അതാണ് ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഇതെല്ലാം ഒളിച്ചു വെച്ച്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു സഹോദരി പറയുകയാണ്, അവൾ നമ്മുടെ ഈ 3 ദിവസത്തെ സങ്കീർത്തന ധ്യാനം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് അയച്ചു കൊടുത്തു. അവൾ പറയണം, എൻ്റെ ബ്രദറേ, ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ അവൾ ഗർഭിണിയാണ്, 1 മാസത്തിനകത്ത് അവൾ പ്രസവിക്കും. ഈ സങ്കീർത്തന ധ്യാനം മുഴുവനും കേട്ട് എൻ്റെ കുഞ്ഞിനെ, എൻ്റെ ഈ ഗർഭസ്ഥ ശിശുവിന് ഈ ഗർഭകാലത്ത് എനിക്കിത് മുഴുവനും കേൾക്കണം. ഓരോന്നും കേൾക്കുമ്പോൾ ഭയങ്കര ആനന്ദമാണ്, എന്തോ ഒരു സന്തോഷമാണ്. പക്ഷെ അവൾ പറയാണ്, എന്നാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിന് ഇതൊട്ടും ഇഷ്ടമില്ല. എൻ്റെ ഭർത്താവിൻ്റെ അപ്പനാണെങ്കിൽ ഈ ബൈബിളിനോടൊട്ടും താല്പര്യമില്ല. പഴയ നിയമം അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ ഒട്ടും ഇഷ്ടമില്ല. അദ്ദേഹം അവിടെ ചില ഹിന്ദു പുരാണ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം വളരെയധികം ജ്ഞാനിയാണ്, വളരെ പഠിപ്പുള്ളവനാണ്. അപ്പോൾ ഇത് ഞാൻ കുറ്റം പറയാനല്ല പറയണത്, ജ്ഞാനികൾക്ക് ഇത് മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് മനസ്സിലാകാൻ പാടില്ലായൊന്നുമില്ല. അവരുടെ ജ്ഞാനം കൊണ്ടല്ല മനസ്സിലാവുന്നത്. ആ ജ്ഞാനമൊന്നുമില്ലാത്ത ഈ പെൺകൊച്ചിനെ, അവളൊരു ഡോക്ടറാണ്, അവൾ പറയാണ്, ഞാൻ ഡോക്ടറാകാൻ പഠിക്കുന്ന കാലത്തും എപ്പോഴും സുവിശേഷം തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഡോക്ടറായി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികൾക്കും കുറിപ്പ് കൊടുക്കണോടൊപ്പം ഒരു വചനം എഴുതി കൊടുക്കും. ഹല്ലേലൂയ. അത് പുതിയ തലമുറ വരികയാണ്, പുതിയ തലമുറ. അതാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ പ്രേരിതരായി, പിതാവിനാൽ ആകൃഷ്ടരായി നമ്മൾ യേശുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുവിനെ ഇപ്പോൾ ഒരു രോഗികൾ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. മദർ തെരേസയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു രഹസ്യം ഇതായിരുന്നു, when I was sick you visited me. വഴിയിൽ കിടക്കുന്ന രോഗിയെ മദർ തെരേസ കൈകൊണ്ട് വാരിയെടുക്കുമ്പോൾ
ഇത് ഞാനാണ്, ഇത് യേശുവാണ് എന്നുള്ള ബോധ്യത്തിലാണ് എടുക്കുന്നത്. നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു ഡോക്ടറുടെ വിളി. ഒരു ഡോക്ടർക്ക് ഇതാണ്. പലരും ഡോക്ടറാകാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ച് പാസ്സാവണില്ല. ഞാൻ പറഞ്ഞത് എന്തിനാ ഡോക്ടറാവണേ? ഡോക്ടറാവണം, അത് നല്ലൊരു ജോലിയല്ലേ, ഡീസൻറ്റ് ജോലിയാണ്, കാശ് കിട്ടും. പിന്നെ എൻ്റെ ആ ഒരുവരൊക്കെ ഡോക്ടറാണ്, അതുകൊണ്ട് ഞാനും ഡോക്ടറാവാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, അതുകൊണ്ടാണ് നീ പാസ്സാവാത്തത്. നീ ഇങ്ങനെ വിചാരിക്കുന്നു മുതൽ നിന്നെ ഡോക്ടറാക്കുന്നത് ഈശോ ആണ്. ഈ ഈശോ തന്നെ ചെയ്ത വലിയ ശുശ്രൂഷയാണ് നീ ചെയ്യണത്. ഈ വചനം നീ ഓർക്കുക. ഈ ഈശോ പറഞ്ഞ ഒറ്റ വചനം, ഈശോ പറഞ്ഞ വചനം ഇതാണ്: ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് നീ എനിക്കാ ചെയ്തത്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. നേഴ്സുമാരോട് ഇത് തന്നെ ഞാൻ പറയാറ്. നമ്മൾ എന്തിനാണ് നേഴ്സാവണത്? നേഴ്സായി നല്ല ജോലിയായി ഫോറിനിൽ പോകാൻ പറ്റും, കാശ് കിട്ടും, അതൊക്കെ കിട്ടുമായിരിക്കും. എന്നാൽ അതല്ല അതിൻ്റെ. ഈശോയുടെ വചനം ഓർക്കുക. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഇതെല്ലാം ചെയ്യാൻ കർത്താവ് നിയോഗിച്ചു. കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് നീ എനിക്കാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത പരീക്ഷ പാസ്സായി കണ്ടോ. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ പ്രേരിതരായി, പിതാവിനാൽ ആകൃഷ്ടരായി നമ്മൾ യേശുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുക, ഏറ്റുപറയുകയും ചെയ്തു. അപ്പോൾ ഏറ്റുപറയുന്ന കാര്യത്തിലാണ് നമ്മൾ ഏത് സ്ഥലത്തും ഏറ്റുപറയാനുള്ള സാഹചര്യമുണ്ട്. നമുക്ക് ഏത് സ്ഥലത്തും, നമ്മുടെ ജോലി മേഖലകളിലും എല്ലായിടത്തും ഏറ്റുപറയാനുള്ള സാഹചര്യമുണ്ട്. ഒരു പ്രൊഫസർ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊഫസർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ റിട്ടയറായി ഒരു കുട്ടി, അതായത് ഒരു സ്ത്രീ വന്നിട്ട് പ്രൊഫസറിനെ വണങ്ങി. അപ്പോൾ പ്രൊഫസറിന് മനസ്സിലായി ഇവള് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയായിരിക്കാം. അപ്പോൾ പ്രൊഫസർ ചോദിച്ചു, ഏത് വർഷമാണ് പഠിച്ചത്? ഇല്ല, ഞാൻ അങ്ങയുടെ ക്ലാസ്സിൽ പഠിച്ചതല്ല, ഞാൻ BSc പരീക്ഷ ഫൈനൽ ഇയർ എഴുതുമ്പോൾ സാറായിരുന്നു ഇൻവിജിലേറ്റർ. ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ അടുത്തിരിക്കുന്ന കുട്ടിയുടെ കോപ്പി അടിച്ചു. സാർ എന്നെ പിടിച്ചു, ഞാൻ ഭയന്നു വിറച്ചു. പക്ഷേ സാർ എൻ്റെ ചെവിയിൽ ഇങ്ങനെ വന്ന് മന്ത്രിച്ചു, ചെറിയ കാര്യത്തിൽ വിശ്വസ്തയാണെങ്കിൽ നീ വലിയ കാര്യത്തിൽ വിശ്വസ്തയായിരിക്കും കുട്ടി എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി അത് യേശുദേവൻ്റെ വാക്കുകളാണെന്ന്. അന്നു മുതൽ അത് എൻ്റെ ജീവിതത്തിലെ വേദവാക്യമായി മാറി. സാറേ, ഇപ്പോൾ ഇതാ ആ നാഷണലൈസ്ഡ് ബാങ്കിലെ സീനിയർ മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. സാർ എൻ്റെ ഓഫീസിൽ വന്നാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്, ബാക്ക്ഗ്രൗണ്ടിലും എൻ്റെ മേശപ്പുറത്തും: ബി ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ തിങ്സ് ആൻഡ് യു വിൽ ബി ഫെയ്ത്ത്ഫുൾ ഇൻ ഗ്രേറ്റർ തിങ്സ്. നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനാണെങ്കിൽ വലിയ കാര്യത്തിൽ വിശ്വസ്തൻ. കണ്ടോ, ജാതിമതഭേദമന്യേ ക്രിസ്തുവിൻ്റെ വചനം മനുഷ്യനെ മാറ്റുന്നു. അതാണ് ഏറ്റുപറയുക. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് ഏറ്റുപറഞ്ഞ ഈ വിശ്വാസശിലയിന്മേൽ ക്രിസ്തു തൻ്റെ സഭയെ പടുത്തുയർത്തി. അതാണ് പത്രോസ് ഏറ്റുപറഞ്ഞ ആ വിശ്വാസത്തിൻ്റെ പാറയിൽ ക്രിസ്തു തൻ്റെ സഭയെ പടുത്തുയർത്തി. അതാണ് ക്രിസ്തു കേന്ദ്രീകൃതത്വം, ക്രിസ്റ്റോസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓരോ ദിവസവും എന്ത് പ്രവർത്തിക്കുമ്പോൾ അത് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. അതിലേക്ക് നമ്മളൊന്ന് കടക്കാം. 152-ാമത്തെ കണ്ടി. അപ്പോൾ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക, പുത്രനിൽ വിശ്വസിക്കുക, പുത്രനെ ഏറ്റുപറയുക, പിന്നെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. 152. പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ഒരുവനും സാധ്യമല്ല. ഇതൊരുപാട് സ്ഥലത്ത് കാറ്റഗിസത്തിൽ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പല പാരഗ്രാഫുകളിൽ ഇത് തന്നെയാണ് വായിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ഒരുവനും സാധ്യമല്ല.
യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവിടെയാണ് നമ്മുടെ പാരമ്പര്യ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നവീകരണത്തിലൊന്നും വരാതിരുന്ന ഒരു കാലഘട്ടത്തിലെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നമുക്കൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാത്മാവോ ഇല്ലേ? അപ്പസ്തോല പ്രവർത്തനത്തിൽ പൗലോസ് അപ്പസ്തോലൻ എഫേസോസിൽ ചെന്ന് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞപ്പോൾ അതാരും പരിശുദ്ധാത്മാവ്, ഞങ്ങളങ്ങനെ ഒരാളെ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾ സ്നാനം സ്വീകരിച്ചത് പരിശുദ്ധാത്മാവിലല്ലേ? അല്ല, ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനമാണ് സ്വീകരിച്ചത്. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം സ്വീകരിച്ചു, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് അവർ ശരിക്കും ക്രിസ്ത്യാനിയാകുന്നത്. അതാണ് നമ്മൾ മുങ്ങി സ്നാനം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് അത് പരിശുദ്ധാത്മാവുള്ള സ്നാനമല്ല. സ്നാപകയോഹന്നാൻ നൽകിയ സ്നാനം പരിശുദ്ധാത്മാവുള്ള സ്നാനമല്ല. സ്നാപകയോഹന്നാൻ വെള്ളത്തിൽ മുക്കി സ്നാനം കൊടുത്തത് മാനസാന്തരത്തിൻ്റെ സ്നാനമാണ്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന സ്നാനം യേശുക്രിസ്തുവിൻ്റെ പിളർന്ന ഹൃദയത്തിൽ നിന്നും ഒഴുകിയ രക്തവും ജലത്തിലുമാണ് ക്രിസ്ത്യാനി സ്നാനം സ്വീകരിക്കുന്നത്. ആ രക്തവും ജലവും കൂദാശകളുടെ ഉറവിടമാണ്. നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അപ്പോൾ അങ്ങനെ ആ പരിശുദ്ധാത്മാവാണ് ഇത് അവിടെ ഇരിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനാകാതെ യേശു കർത്താവാകുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. വചനം നമുക്കറിയാം. ഇവിടെ 22 പറയുന്നത് 1 കൊരിന്ത്യർ 12:3 പരിശുദ്ധാത്മാവ് എല്ലാറ്റിനെയും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെപ്പോലും പരിശോധിക്കുന്നു. 1 കൊരിന്ത്യർ 2:9-10 ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. കേട്ടോ, ഇതൊക്കെ എത്ര നാളായിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് എല്ലാറ്റിനെയും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെപ്പോലും പരിശോധിക്കുന്നു. ദൈവാത്മാവല്ലാതെ മറ്റാരും ദൈവത്തിൻ്റെ ചിന്തകളെ ഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മിലേക്ക് തരണമെങ്കിൽ ദൈവാത്മാവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ചിന്തകളെ മനസ്സിലാക്കുന്നു. എന്നപോലെ ദൈവാത്മാവ് ദൈവത്തിൻ്റെ ചിന്തകളെ മനസ്സിലാക്കുകയും പകരുകയും ചെയ്യുന്നു. ദൈവത്തിന് മാത്രമേ ദൈവത്തെ പൂർണ്ണമായി അറിയാൻ കഴിയൂ. പ്രൈസ് ദ ലോർഡ്. ഗോഡ് അലോൺ റിവീൽസ് ഗോഡ്. ദൈവത്തിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ളത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ്. കാറ്റഗിസത്തിൽ 50-ാമത്തെ ഖണ്ഡിക 26-ാമത്തെ ഖണ്ഡികയിലെല്ലാം പറയുന്നത് ഗോഡ് അലോൺ റിവീൽസ് ഗോഡ്. ദൈവത്തിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയൂ. അതാണ്. അപ്പോൾ ക്രിസ്ത്യാനിയിൽ ആ ദൈവാത്മാവ് ജ്ഞാനസ്നാനത്തിലൂടെ നൽകപ്പെട്ടപ്പോൾ മുതൽ ആ കുഞ്ഞ് വലുതാകുമ്പോൾ അവനുണ്ടാകേണ്ട വലിയ ഒരു പരിചയം ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുക. ആ ജ്ഞാനസ്നാന സമയത്ത് വൈദികൻ കുഞ്ഞിൻ്റെ അധരത്തിലും കാതിലും കൈവച്ചുകൊണ്ട് പറഞ്ഞു, എഫാത്ത, കേൾക്കുക, തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിനായി തുറക്കപ്പെടുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തിന് മാത്രമേ ദൈവത്തെ പൂർണ്ണമായി അറിയാൻ കഴിയൂ. അത് അടിവരയിടേണ്ട ഒരു കാര്യമാണ്. നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. കാരണം അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് ദൈവിക വ്യക്തിയാണ്. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും പുത്രനിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും, അങ്ങനെ ആ ത്രിത്വത്തിൻ്റെ ഓരോ വ്യക്തികളിലുമുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഒരു സൂചനയായിട്ടേ പഠിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ വിശദമായിട്ട് പഠനം നമുക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൽ വിശ്വസിക്കുക.
ദൈവത്തിനുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധമാണ്. അതോടൊപ്പം ദൈവത്തിന് നമ്മളിലുള്ള ഒരു വിശ്വസ്തതയും ഒരു ഭാഗമാണ്. തുടർന്ന് നമ്മൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്നും ആ ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. ഈശോ തന്നെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ പറയണത് കേൾക്കുക. അങ്ങനെ ആ പുത്രനിലൂടെയാണ് ദൈവാവിഷ്കരണം സംഭവിക്കുന്നതെന്നും ആ പുത്രനെ വിശ്വസിക്കുകയും അവനെ ഏറ്റുപറയുകയും വേണം. അവന് വേണ്ടി ചെറിയൊരു കാര്യം നമ്മൾ ചെയ്യാൻ സന്നദ്ധരാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിന് കരുത്തുണ്ടാകുന്നത്. പിന്നെ അവസാനമായി നമ്മൾ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ പുത്രനെ ഏറ്റുപറയാനോ പുത്രനിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കാനോ നമുക്ക് സാധ്യമല്ല. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് വഴി ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വരെ അറിയാനുള്ള എല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.